നമ്മൾ കാൻഡിലിവർ റീറ്റെയിനിങ് വോളിലേക്ക് പോവാണ്. നമുക്ക് മെയിൻ ആയിട്ട് ഇതിൽ പഠിക്കാനുള്ള കാൻഡിലിവർ റീറ്റെയിനിങ് വോളിന്റെ ഡിസൈൻ ആണല്ലോ. പിന്നെ നമ്മൾ കാൻഡിലിവർ റീറ്റെയിനിങ് വോളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ കാൻഡിലിവർ റീറ്റെയിനിങ് വോൾ, അപ്പൊ അതിൽ ആദ്യം എർത്ത് പ്രഷർ ഓൺ റീറ്റെയിനിങ് വോൾ. അപ്പൊ റീറ്റെയിനിങ് വോൾസിൽ വരുന്ന എർത്ത് പ്രഷർ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. The main force that acts on a retaining wall is the lateral force developed due to the earth pressure or pressure due to retained material. അപ്പം ഒരു റീറ്റെയിനിങ് വോളിൽ വരുന്ന മെയിൻ ഫോഴ്സ് എന്ന് പറയുന്നത് ലാറ്ററൽ ഫോഴ്സ് ആണ്. ലാറ്ററൽ ഫോഴ്സ്, ഓക്കെ. ലാറ്ററൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾക്കറിയാം, ഓക്കെ. ലാറ്ററൽ ഫോഴ്സ് എന്ന് പറയുന്നത് ലാറ്ററലി, അതായത് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് അല്ലെങ്കിൽ റൈറ്റ് ടു ലെഫ്റ്റ് ആക്ട് ചെയ്യുന്ന ഈ രീതിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് ലാറ്ററൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ബാക്ക് ഫീൽഡ് കാരണം ഈ ലാറ്ററലി ഈ റീറ്റെയിനിങ് വോളിന് കറസ്പോണ്ടിങ് ആയിട്ട് ഫോഴ്സ് വരാം. അപ്പൊ അതാണ് മെയിൻ ആയിട്ടുള്ള ഫോഴ്സ്. ദ മെയിൻ ഫോഴ്സ് ദാറ്റ് ആക്ട്സ് ഓൺ എ റീറ്റെയിനിങ് വോൾ ഈസ് എ ലാറ്ററൽ ഫോഴ്സ് ഡെവലപ്ഡ് ഡ്യൂ ടു ദ എർത്ത് പ്രഷർ ഓർ പ്രഷർ ഡ്യൂ ടു റീറ്റെയിൻഡ് മെറ്റീരിയൽ. അപ്പൊ എന്ത് കാരണമാണ് അത് വരുന്നത്? ഈ ലാറ്ററൽ ഫോഴ്സ് വരുന്നത് ഒന്ന് എർത്ത് പ്രഷർ, ആ സോയിൽ പ്രഷർ കാരണവും അതുപോലെ തന്നെ ഒന്ന് അവിടെ റീറ്റെയിൻ ചെയ്തിരിക്കുന്ന മെറ്റീരിയലിന്റെ പ്രഷർ കാരണം. ഓക്കെ, അതായത് ലാറ്ററൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ടുവേർഡ്സ് സൈഡ് വേസ് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ്. ഇങ്ങനെ പുഷ് ചെയ്യുന്ന സോയിലിന്റെ വരുന്ന പ്രഷറാണ് ലാറ്ററൽ പ്രഷർ എന്ന് പറയുന്നത്. അപ്പോൾ സോയിലിന്റെ പ്രഷർ കാരണം അതുപോലെ തന്നെ ഇവിടെ റീറ്റെയിൻ ചെയ്തിരിക്കുന്ന ഈ മെറ്റീരിയലിന് കറസ്പോണ്ടിങ് ആയിട്ടും ഇവിടെ എർത്ത് പ്രഷർ വരാന്നുള്ളതാണ്. ഓക്കെ, this force tends to destabilize the retaining wall by overturning, bending and sliding the wall. അപ്പം ഈ ഒരു ലാറ്ററൽ പ്രഷർ, ഓക്കെ, ലാറ്ററൽ പ്രഷർ അല്ലെങ്കിൽ അവിടെ റീറ്റെയിൻ ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ കാരണം വരുന്ന പ്രഷർ. ഓക്കെ, അപ്പൊ ആ ഒരു പ്രഷർ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഈ ഒരു സ്ട്രക്ചറിനെ അല്ലെങ്കിൽ ഈ റീറ്റെയിനിങ് വോളിനെ സ്റ്റേബിൾ കണ്ടീഷനിൽ നിന്ന് മാറ്റും. ഓക്കെ, അപ്പൊ പറഞ്ഞു റീറ്റെയിനിങ് വോളിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള പ്രഷർ അല്ലെങ്കിൽ ഫോഴ്സ് എന്ന് പറയുന്ന ലാറ്ററൽ ഫോഴ്സ് ആണ്. ഒന്ന് ആ സോയില് കാരണം അല്ലെങ്കിൽ നമ്മൾ അവിടെ റീറ്റെയിൻ ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ കാരണം വരുന്ന സൈഡ് വേസ് വരുന്ന എക്സേർട്ട് ചെയ്യുന്ന പ്രഷറാണ് വരുന്നത്. അപ്പോൾ അതെന്താ ചെയ്യുന്നത്? ആ ഫോഴ്സ് ഈ ഒരു സ്ട്രക്ചറിനെ ഈ സ്ട്രക്ചറിന്റെ സ്റ്റെബിലിറ്റിനെ നഷ്ടപ്പെടുത്തി കളയും. അതായത് അവിടെ ഓവർ ടേണിങ് കൊണ്ടുവന്നിട്ടും ബെൻഡിങ് കൊണ്ടുവന്നിട്ടും അതുപോലെ തന്നെ ഈ റീറ്റെയിനിങ് മോഡ് സ്ലൈഡ് ചെയ്ത് പോകാനൊക്കെയുള്ള ടെൻഡൻസി ഈ വരുന്ന ലാറ്ററൽ പ്രഷർ കാരണം ഉണ്ടാവും. ഓക്കെ, അപ്പം മെയിൻ ആയിട്ട് ഒരു റീറ്റെയിനിങ് വോളിൽ വരുന്ന പ്രഷർ അല്ലെങ്കിൽ ഫോഴ്സ് എന്ന് പറയുന്ന ലാറ്ററൽ ഫോഴ്സ് ആണ്. അത് എന്തുകൊണ്ടാണ് വരുന്നത്? അവിടെ ആക്ട് ചെയ്യുന്ന എർത്ത് പ്രഷർ കാരണം, അവിടെ സോയിൽ ഉണ്ടെങ്കിൽ ആ സോയിൽ കാരണം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മെറ്റീരിയൽ ആണെങ്കിൽ ആ മെറ്റീരിയൽ കാരണം വരുന്ന സൈഡ് വേസ് വരുന്ന അല്ലെങ്കിൽ ലാറ്ററൽ ഡയറക്ഷനിൽ വരുന്ന പ്രഷർ കാരണമാണ് മെയിൻ ആയിട്ട് റീറ്റെയിനിങ് വോൾ ഫെയിൽ ആവുക. ഓക്കെ, അല്ലെങ്കിൽ റീറ്റെയിനിങ് വോളിൽ ആക്ട് ചെയ്യുന്ന മെയിൻ ഫോഴ്സ് എന്ന് പറയുന്നത് ഈ സോയിൽ കാരണം വരുന്നതോ അല്ലെങ്കിൽ അവിടെ വരുന്ന മെറ്റീരിയൽ കാരണമോ വരുന്ന പ്രഷർ ആയിരിക്കും. The determination of this earth pressure is done by using the principles of soil mechanics. അപ്പോൾ ഈ പ്രഷർ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ജിയോ ടെക്നിക്കലിൽ നമ്മൾ പഠിച്ചിരിക്കുന്ന പ്രിൻസിപ്പിൾസ് യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പം അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. The magnitude of lateral earth pressure varies linearly with depth as shown in figure and is given by the following equation. അപ്പോൾ ലാറ്ററൽ എർത്ത് പ്രഷറിന്റെ മാഗ്നിറ്റ്യൂഡ് ലീനിയർ ആയിട്ടാണ് വാരി ചെയ്യുന്നത്. അപ്പൊ ഞാൻ ജസ്റ്റ് അതിന്റെ ഫിഗർ കാണിക്കാം. അപ്പൊ ഇവിടെ ഇതൊരു റീറ്റെയിനിങ് വോൾ ആണ്. ഓക്കെ, ഇത് ഗ്രൗണ്ട് ലെവൽ, ഇതിന്റെ ഹൈറ്റ്, ഈ റീറ്റെയിനിങ് വോളിന്റെ ഈ ഒരു പോർഷന്റെ ഹൈറ്റ് ഇപ്പം ആണെങ്കിൽ ഒരു കാൻഡിലിവർ റീറ്റെയിനിങ് വോളിന്റെ സ്റ്റെം പോർഷൻ ആയിട്ട് എടുത്തു. ഓക്കെ, ഇതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ എച്ച് എന്ന് പറഞ്ഞ് നമുക്ക് എടുക്കാം. ഇത് ഗ്രൗണ്ട് ലെവൽ ആണ്. ഈ പോർഷൻ ഇവിടെ തൊട്ട് ഇതുവരെയാണ് നമ്മുടെ സോയിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മെറ്റീരിയൽ റീറ്റെയിൻ ചെയ്യുന്നെങ്കിൽ ഇത്രയും പോർഷനിലാണ് നമുക്ക് സൈഡ് വേസ് അല്ലെങ്കിൽ ലാറ്ററൽ പ്രഷർ എക്സേർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ലാറ്ററൽ പ്രഷർ വരുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ഫിഗർ ആ ലാറ്ററൽ പ്രഷറിന്റെ ഡിസ്ട്രിബ്യൂഷന്റെ ഡയഗ്രാമാണ്. അപ്പൊ നിങ്ങൾക്ക് അറിയാം ഇതൊരു കാൻഡിലിവർ റീറ്റെയിനിങ് വോൾ ആകുമ്പോൾ ഇവിടെ അല്ലെ ഈ ഒരു പോർഷനിൽ ആ കാൻഡിലിവറിന്റെ ഫ്രീ എൻഡും ഈ പോർഷൻ സപ്പോർട്ടുമാണ്. ഓക്കെ, അപ്പം ഈ ലാറ്ററൽ പ്രഷർ ആക്ട് ചെയ്ത് തുടങ്ങുന്നത് എങ്ങനെയാ? ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുക അല്ലെ, ഫ്രീ എൻഡ് എന്നാ നമ്മൾ കാൻഡിലിവർ ആകുമ്പോൾ എടുക്കുക. അപ്പൊ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അടിയിലേക്ക് വരുമ്പോൾ അത് മാക്സിമമായി വരിക ചെയ്യാം അല്ലെ. കാരണം ഇവിടെ ഫ്രീ എൻഡില് ബെൻഡിങ് മൊമെന്റ് ആണെങ്കിലും അവിടെ വരുന്ന ഫോഴ്സ് ആണെങ്കിലും 0 ആണ്. UDL പോലെ ആക്ട് ചെയ്യുമ്പോൾ ഏരിയ ലോഡാണ് ഇവിടെ വരുന്ന ഈ പ്രഷർ. അപ്പൊ ഇത് താഴോട്ടേക്ക് വരുന്ന സമയത്ത് ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് കൂടി ഇവിടെ എത്തുമ്പോൾ മാക്സിമം ആവും. അപ്പൊ അതാണ് ഇവിടെ ഒരു ട്രയാങ്കിൾ ഡിസ്ട്രിബ്യൂഷനിൽ കാണിച്ചിരിക്കുന്നത്. അപ്പം ഇവിടെ 0 ആണ്. ഇവിടെ എത്തുമ്പോൾ അതിന്റെ വാല്യൂ ഈ ഒരു
ഫോഴ്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് മാക്സിമം ആയിട്ടുണ്ട്. കെ ഇൻറ്റു ഗാമ എച്ച്. ഗാമ എന്ന് പറയുന്ന ഈ സോയിലിന്റെ യൂണിറ്റ് വെയിറ്റ് ആണ് ഇൻറ്റു ഹൈറ്റ്. അപ്പം യൂണിറ്റ് വെയിറ്റ് ഇൻറ്റു ഹൈറ്റ് ആണ് ഇപ്പം ഇതിന്റെ യൂണിറ്റ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു എം ക്യൂബില് ആ സോയിലിൽ വരുന്ന വെയിറ്റ്. ഓക്കെ, ആ സോയിലിന്റെ വെയിറ്റ് ആണ് യൂണിറ്റ് വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഹൈറ്റിന് കറസ്പോണ്ടിങ് ആയി ഗാമ ഇൻറ്റു എച്ച്. ഓക്കെ, കെ എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ് എർത്ത് പ്രഷർ ആണ്. ഓക്കെ, കോഎഫിഷ്യന്റ് ഓഫ് എർത്ത് പ്രഷർ ആണ് കെ എന്ന് പറയുന്നത്. അപ്പൊ ഈ പോർഷനിൽ ബോട്ടത്തിൽ വരുന്ന ഈ ഒരു മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് കെ ഇൻറ്റു ഗാമ എച്ച് ആയിരിക്കും. ഇവിടെ 0, ഈ എർത്ത് പ്രഷർ കാരണം ഏറ്റവും ബോട്ടത്തിൽ വരുന്നത് കെ ഇൻറ്റു ഗാമ എച്ച് ആയിരിക്കും. ഗാമ എന്ന് പറയുന്ന യൂണിറ്റ് വെയിറ്റ് ആണ്. എച്ച് എന്ന് പറയുന്നത് ഇവിടുത്തെ ഹൈറ്റ് ആണ്, എത്ര ഹൈറ്റിലാണ് സോയിൽ റീറ്റെയിൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. കെ എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ് എർത്ത് പ്രഷർ എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഈ ഒരു പ്രഷറിനെ നമുക്ക് സ്മോൾ ലെറ്റർ പി എന്ന് പറഞ്ഞെടുക്കാം. അപ്പൊ ഇത് ഒരു പോയിന്റ് ലോഡ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ, അപ്പൊ നിങ്ങൾ ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമില്, ഓക്കെ, അല്ലെങ്കിൽ സിംപ്ലി സപ്പോർട്ടഡ് അല്ലെങ്കിൽ ഒരു കാൻഡിലിവർ ബീമിൽ തന്നെ UVL വരുന്ന രീതിയിലുള്ള പ്രോബ്ലം ചെയ്തിട്ടുണ്ടോ? യൂണിഫോംലി വാരിയിങ് ലോഡ് വരുന്ന ചെയ്തിട്ടുണ്ടോ? ഇപ്പൊ യൂണിഫോംലി വാരിയിങ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് മാഗ്നിറ്റ്യൂഡ് 0 ആയിരിക്കും, അല്ലെങ്കിൽ വളരെ കുറഞ്ഞ ഒരു വാല്യൂ ആയിരിക്കും. അത് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് അത് ഇൻക്രീസ് ചെയ്ത് വരും. അതായത് രണ്ട് സ്ഥലത്തും അതിന്റെ മാഗ്നിറ്റ്യൂഡ് ഡിഫറെന്റ് ആണ്. UDL എന്ന് പറയുന്ന എല്ലാ സ്ഥലത്തും അതിന്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. എന്നാൽ യൂണിഫോംലി വാരിയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് കുറവായിരിക്കും, ഒരു സ്ഥലത്ത് കൂടുതലായിരിക്കും. അതായത് വേരി ചെയ്തുകൊണ്ടായിരിക്കും ഇരിക്കുന്നത്. അതേപോലെ തന്നെയാണ് യൂണിഫോംലി വാരിയിങ് കണ്ടീഷനിലാണ് ഇവിടെ ഈ ഒരു പ്രഷർ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു കാൻഡിലീവറിൽ എടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇപ്പോ ഏതൊരു ബീം ആണെങ്കിലും UVL വരുന്ന കേസ് അതിനെ പോയിന്റ് ലോഡ് ആക്കി മാറ്റുക എന്ന് പറയുന്നത് ആ ട്രയാങ്കിൾ പോർഷന്റെ ഏരിയ എന്നുള്ളതായിരിക്കും. ഓക്കെ, അപ്പോൾ അതിലേക്ക് വരാം. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ലാറ്ററൽ എർത്ത് പ്രഷർ വേരീസ് ലീനിയർലി വിത്ത് ഡെപ്ത് ആസ് ഷോൺ ഇൻ ഫിഗർ. അതാണ് മാഗ്നിറ്റ്യൂഡ് ഡെപ്തിന് കറസ്പോണ്ടിങ് ആയിട്ട് ലീനിയർലി വേരി ചെയ്യാണ്. ഏറ്റവും ടോപ്പിൽ അത് 0, താഴോട്ട് വരുന്നതിനനുസരിച്ചിട്ട് അതിന്റെ മാഗ്നിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ആൻഡ് ഈസ് ഗിവൺ ബൈ ദ ഫോളോയിങ് ഇക്വേഷൻ. അതായത് ഏറ്റവും ബോട്ടത്തിൽ വരുന്ന ആ സോയിലിന്റെ പ്രഷർ എന്ന് പറയുന്നത് കെ ഇൻറ്റു ഗാമ എച്ച് ആണ്. ഓക്കെ, ഏറ്റവും ടോപ്പിൽ 0യും ഏറ്റവും ബോട്ടത്തിൽ കെ ഇൻറ്റു ഗാമ എച്ച് എന്ന് പറയുന്ന വാല്യൂ ആണ്. വേർ പി ലാറ്ററൽ എർത്ത് പ്രഷർ വിച്ച് ക്യാൻ ബി ആക്റ്റീവ് ഓർ പാസീവ്. അപ്പോൾ ഇതില് പി എന്ന് പറയുന്നത് പ്രഷർ ആണ്, സ്മോൾ ലെറ്റർ പി. അപ്പൊ ഇവിടെ ക്യാപിറ്റൽ പി ആ കാണിച്ചിട്ടുള്ള ക്യാപിറ്റൽ പി എന്ന് പറയുന്ന ഫോഴ്സ് ആണ്. ഓക്കെ, പ്രഷർ സ്മോൾ ലെറ്റർ പി എന്ന് പറഞ്ഞ് നമുക്ക് ഡിനോട്ട് ചെയ്യാം കെ ഇൻറ്റു ഗാമ എച്ച്. അതായത് ഇവിടെ 0 ആണ് പ്രഷർ, ഏറ്റവും ബോട്ടത്തിൽ വന്നിട്ടുള്ള പി സ്മോൾ ലെറ്റർ പി കെ ഇൻറ്റു ഗാമ എച്ച് എന്ന് പറയുന്ന പ്രഷർ ആണ്. ഈ പ്രഷർ വേരിയേഷൻ എന്ന് പറയുന്നത് ലീനിയർ ആയിട്ടാണ്. ഇവിടെ 0, ഇവിടെ ഏറ്റവും മാക്സിമം, ആ മാക്സിമം വാല്യൂ കെ ഇൻറ്റു ഗാമ എച്ച് ആണ്. പി എന്ന് പറയുന്നത് ലാറ്ററൽ എർത്ത് പ്രഷർ വിച്ച് ക്യാൻ ബി ആക്റ്റീവ് ഓർ പാസീവ്. അതായത് ആക്റ്റീവ് പ്രഷറും ഉണ്ട്, പാസീവ് പ്രഷറും ഉണ്ട്. അതിലേക്ക് ഞാൻ വരാം. അപ്പൊ പി എന്ന് പറയുന്ന ലാറ്ററൽ എർത്ത് പ്രഷർ ആണ്. അതുപോലെ ഗാമ എന്ന് പറയുന്ന യൂണിറ്റ് വെയിറ്റ് ഓഫ് റീറ്റൈൻഡ് മെറ്റീരിയൽ, ഏത് മെറ്റീരിയലാണോ അല്ലെങ്കിൽ സോയിലാണോ അതിന്റെ യൂണിറ്റ് വെയിറ്റ് ആണ്. എച്ച് എന്ന് പറയുന്ന ഡെപ്ത് ഓഫ് ദ റീറ്റൈൻഡ് മെറ്റീരിയൽ ബിലോ ദ എർത്ത് സർഫസ്. അതായത് ഡെപ്ത് ഓഫ് ദ റീറ്റൈൻഡ് മെറ്റീരിയൽ, ഏത് മെറ്റീരിയൽ ആണോ റീറ്റൈൻ ചെയ്യുന്നത് അതിന്റെ ഡെപ്ത് ആണ് സ്മോൾ ലെറ്റർ എച്ച് എന്ന് പറയുന്നത്. കെ എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ് എർത്ത് പ്രഷർ. അത് പാസീവ് എർത്ത് പ്രഷറും ഉണ്ട്, പാസീവും ഉണ്ട്, ആക്റ്റീവും പാസീവും ഉണ്ട്. അപ്പോൾ അത് നമുക്ക് നോക്കാം. അപ്പം ലാറ്ററൽ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താ? ഇപ്പൊ പ്രഷറിന്റെ വാല്യൂ കെ ഇൻറ്റു ഗാമ എച്ച് ആണ്. ഓക്കെ, അപ്പൊ ഫോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അപ്പൊ ഇതിനെ ഫോഴ്സ് ആക്കി മാറ്റുക എന്ന് പറയുമ്പോൾ ഈ ഒരു പോർഷന്റെ ഏരിയ എടുക്കുക എന്നുള്ളതാണ്. പി എന്ന് പറയുന്നത് ക്യാപിറ്റൽ പി ഫോഴ്സ് എന്ന് പറയുന്നത് ഈ പ്രഷറിന്റെ ഏരിയ എടുക്കുക എന്നുള്ളതാണ്. പ്രഷർ ഡയഗ്രത്തിന്റെ അല്ലെങ്കിൽ ഈ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ എടുക്കുക എന്നുള്ളതാണ്. നമ്മൾ നോർമലി ഒരു UVL വന്നു കഴിഞ്ഞാൽ അതിനെ പോയിന്റ് ലോഡ് ആക്കി മാറ്റുക എന്ന് പറയുന്നത് അതിന്റെ ഏരിയ എടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ ഏരിയ എടുക്കുക എന്നുള്ളതാണ്. ഇതൊരു സ്ലാബ് ആയതുകൊണ്ട് തന്നെ 1 മീറ്റർ ലെങ്ത്തിലാണ് നമ്മൾ എടുക്കുക. ഇപ്പൊ kN/m² എന്നുള്ള രീതിയിൽ നിന്ന് നമ്മൾ 1 മീറ്ററും അതുപോലെ തന്നെ ഈ ഹൈറ്റും വരുമ്പോൾ അത് kN എന്നുള്ള രീതിയിലേക്ക് വരും. അപ്പൊ ഈ ഒരു ട്രയാങ്കിൾ പോർഷന്റെ ഏരിയ എന്ന് പറയുന്നത് 1/2 ഇൻറ്റു കെ ഇൻറ്റു ഗാമ എച്ച് ഇൻറ്റു എച്ച്. അതായത് ഈ ഹൈറ്റ് h, ഇത് കെ ഇൻറ്റു ഗാമ എച്ച്. അപ്പൊ ട്രയാങ്കിളിന്റെ ഹാഫ് BH ആണല്ലോ. അപ്പൊ 1/2 ഇൻറ്റു കെ ഇൻറ്റു ഗാമ എച്ച് ഇൻറ്റു എച്ച്. അത് ചെയ്ത് കഴിഞ്ഞാൽ പോയിന്റ് ലോഡ്, അതായത് ലാറ്ററൽ ഫോഴ്സ് ആയി. ലാറ്ററൽ പ്രഷർ ആണ് കെ ഇൻറ്റു ഗാമ എച്ച്. എന്നാൽ ഫോഴ്സ് ആക്കി മാറ്റുമ്പം ഈ കാൻഡിലിവറിൽ UVL ആക്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഏത് കേസിൽ UVL ആക്ട് ചെയ്ത് കഴിഞ്ഞാലും അതിനെ പോയിന്റ് ലോഡ് ആക്കി മാറ്റുക എന്ന് പറയുമ്പോൾ ഈ ട്രയാങ്കിൾ പോർഷന്റെ ഏരിയ ആണ് നമ്മൾ എടുക്കുക. അപ്പം 1/2 ഇൻറ്റു കെ ഇൻറ്റു ഗാമ എച്ച്. ഈ ഡിസ്റ്റൻസ് കെ ഇൻറ്റു ഗാമ എച്ച് ആണ്, ഇത് എച്ച് ആണ്. 1/2 ഇൻറ്റു കെ ഇൻറ്റു ഗാമ എച്ച് ഇൻറ്റു എച്ച്, ദാറ്റ് ഈസ് കെ ഇൻറ്റു ഗാമ, 2 എച്ച് ഉള്ളതുകൊണ്ട് h²/2. അപ്പം ഫോഴ്സ് എന്ന് പറയുന്നത് കെ ഗാമ h² ഡിവൈഡഡ് ബൈ 2 എന്നുള്ളതാണ്. ഓക്കെ, ഇത് ആക്ട് ചെയ്യുന്ന പൊസിഷൻ എന്ന് പറയുന്നത് സെന്റർ ഓഫ് ഗ്രാവിറ്റി ആയിരിക്കും. ഒരു ട്രയാങ്കിൾ പോർഷന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുമ്പോൾ ഇപ്പൊ 0 ഉള്ള പോയിന്റ് എന്നാണെങ്കിൽ
ഓക്കെ 0 ഉള്ള പോയിന്റ് എന്നാണെങ്കിൽ 2/3 h ആയിരിക്കും. ഓക്കെ, അതേപോലെ മാക്സിമം വാല്യൂ ഉള്ള പോയിന്റ് എന്നാണെങ്കിൽ h/3 ആയിരിക്കും. അപ്പൊ മാക്സിമം വാല്യൂ ഉള്ള പോയിന്റ് എന്ന് പറയുന്ന k ഇൻറ്റു ഗാമ h വരുന്ന ഈ ബോട്ടം പോയിന്റ് ആണ്. അപ്പൊ അവിടുന്ന് h/3 ഡിസ്റ്റൻസ് മാറിയിട്ടായിരിക്കും ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്, കിലോ ന്യൂട്ടണിൽ ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇവിടെ വരുന്ന പ്രഷർ k ഇൻറ്റു ഗാമ h ആണ്, ഫോഴ്സ് എന്ന് പറയുന്ന k ഇൻറ്റു ഗാമ h²/2 ആണ്. ഓക്കെ, ഇവിടെയുള്ള ലാറ്ററൽ എർത്ത് പ്രഷർ P = k ഇൻറ്റു ഗാമ h എന്നുള്ളത് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. P എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ p. ഓക്കെ, സ്മോൾ ലെറ്റർ p എന്ന് പറയുന്നത് നമ്മൾ പ്രഷർ എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യാണ്. ലാറ്ററൽ എർത്ത് പ്രഷർ വിച്ച് ക്യാൻ ബി ആക്റ്റീവ് ഓർ പാസീവ്. ഓക്കെ, ആക്റ്റീവ് ആവാം, പാസീവ് ആവാം. ഗാമ എന്ന് പറയുന്ന യൂണിറ്റ് വെയിറ്റ് ഓഫ് ദ റീറ്റെയിൻഡ് മെറ്റീരിയൽ, റീറ്റെയിൻ ചെയ്യുന്ന മെറ്റീരിയലിന്റെ യൂണിറ്റ് വെയിറ്റ് ആണ് ഗാമ. അതായത് ഇപ്പൊ നമ്മൾ കോൺക്രീറ്റിന്റെ ഒക്കെ യൂണിറ്റ് വെയിറ്റ് എത്രയാ, 25 kN/m³ എന്ന് പറയുന്നത് പോലെ അവിടെ റീറ്റെയിൻ ചെയ്യുന്ന ആ ഒരു പർട്ടിക്കുലർ സോയിലിന്റെ യൂണിറ്റ് വെയിറ്റ് ആണ് ഗാമ. h ഡെപ്ത് ഓഫ് ദ റീറ്റെയിൻഡ് മെറ്റീരിയൽ ബിലോ ദ എർത്ത് സർഫസ്, അതായത് എർത്ത് സർഫസിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇതാണ് ഗ്രൗണ്ട് ലെവൽ, അതിന്റെ താഴേക്ക് വരുന്ന ഡെപ്ത് ഓഫ് റീറ്റെയിൻഡ് മെറ്റീരിയൽ ബിലോ ദ എർത്ത് സർഫസ്, അതാണ് h എന്ന് പറയുന്നത്. അതായത് എർത്ത് സർഫസിന് താഴോട്ട് റീറ്റെയിൻ ചെയ്യുന്ന ആ ഒരു പോർഷൻ, അതായത് ഇതിന്റെ ഈ ഒരു ഇത്രയും ലെങ്ത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് അല്ലെങ്കിൽ ഇത്രയും ഹൈറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് ഇവിടെ റീറ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് h എന്ന് പറയുന്ന ഹൈറ്റ്. k എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ് എർത്ത് പ്രഷർ ആണ്. ഓക്കെ, എർത്ത് പ്രഷറിന്റെ കോഎഫിഷ്യന്റ് ആണ്. അപ്പം ഇത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അതായത് ഇപ്പം ഇവിടെ ഓക്കെ ടോപ്പിൽ നിന്ന് വരുന്ന സമയത്ത് ഈ ടോപ്പിലുള്ള പോർഷനിൽ വെയിറ്റ് കുറവാണ്, താഴോട്ട് വരുന്തോറും ഇതിന്റെ വെയിറ്റ് കൂടി കൂടി വരിക ചെയ്യാം. കാരണം ഈ ഹൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ടോട്ടൽ വെയിറ്റ് വരുന്നത് അല്ലെ. അതായത് ഏറ്റവും കൂടുതൽ വെയിറ്റ് വരുന്ന താഴെയായിരിക്കും. അതായത് വെർട്ടിക്കലി വരുന്ന വെയിറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ വെർട്ടിക്കലി വരുന്ന പ്രഷർ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഗാമ ഇൻറ്റു h എന്നുള്ളതായിരിക്കും അല്ലെ. ഗാമ ഇൻറ്റു h ആയിരിക്കും. അതായത് ഈ ഹൈറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെയിറ്റ് ആണ് ഏറ്റവും ബോട്ടത്തിൽ വരിക. അപ്പൊ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, ഗാമ ഇൻറ്റു h ഏറ്റവും ബോട്ടത്തിൽ വരുന്നത്, ടോപ്പിൽ 0യും. എന്നാൽ നമ്മൾ ലാറ്ററലി കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഒരു കോഎഫിഷ്യന്റ് അതിന്റെ കൂടെ കൊടുക്കും. ഓക്കെ, ലാറ്ററലി അതായത് ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ് അല്ലെങ്കിൽ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ആണ് ഇപ്പം ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ ബാക്ക്ഫില്ല് വരുന്നത് ഇപ്പൊ ഈ പോർഷനിലാണെങ്കിൽ ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ് ആയിരിക്കും ഈ ഒരു പർട്ടിക്കുലർ ലാറ്ററൽ ഫോഴ്സ് ആക്ട് ചെയ്യുക, ഈ സോയിൽ പ്രഷർ കാരണമുള്ളത് അല്ലെ. അപ്പം അത് എത്രയാ വരുന്നതെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു കോഎഫിഷ്യന്റ് k നമ്മൾ എടുക്കും. അതായത് ടോട്ടൽ ഈ സോയിലിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് ടുവേർഡ്സ് ഡൗൺവേർഡ് ആയിരിക്കും, ആ വെയിറ്റ് ഗാമ h ആയിരിക്കും. അത് ഹൊറിസോണ്ടലി അല്ലെങ്കിൽ ലാറ്ററലി നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിന്റെ കൂടെ ഒരു കോഎഫിഷ്യന്റ് കൊണ്ടുവരും, അതാണ് k എന്ന് പറയുന്ന കോഎഫിഷ്യന്റ്. അപ്പൊ ഇവിടെ വരുന്ന ടുവേർഡ്സ് ലെഫ്റ്റ് ആക്ട് ചെയ്യുന്ന ആ ഫോഴ്സിന്റെ അല്ലെങ്കിൽ ആ ഒരു പ്രഷറിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് k ഇൻറ്റു ഗാമ h എന്നുള്ളതാണ്. ഗാമ h ഹൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് വരുന്നത്, k എന്ന് പറയുന്നത് ടുവേർഡ്സ് ലാറ്ററലി ആക്ട് ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യുന്ന ഫാക്ടർ. ഓക്കെ, അപ്പൊ ഇതൊരു ട്രയാങ്കിൾ ഷേപ്പിലാണ്, ടോപ്പിൽ 0, ബോട്ടത്തിൽ മാക്സിമം. ഓക്കെ, അപ്പൊ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഒരു പോയിന്റ് ലോഡ് ആക്കി മാറ്റുകയാണെങ്കിൽ, അതായത് ഇപ്പൊ നമ്മൾ നോർമലി ഒരു UDL ഒക്കെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ആ UDL-നെ പോയിന്റ് ലോഡ് ആക്കി മാറ്റുമ്പോൾ അത് ആക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാക്ട്ലി അറ്റ് ദ സെൻട്രലായിരിക്കും അല്ലെ. ഇപ്പൊ ഒരു L എന്ന് പറയുന്ന സ്പാനിൽ ഫുൾ സ്പാനിൽ UDL ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ പോയിന്റ് ലോഡ് ആക്കി മാറ്റി കഴിഞ്ഞാൽ ആ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് L/2 ഡിസ്റ്റൻസിലായിരിക്കും. അതേപോലെ തന്നെ UVL ആക്ട് ചെയ്യുമ്പോൾ, അതായത് ഇതിപ്പോ ഒരു യൂണിഫോംലി വേരിയിങ് ലോഡാണ്, അതായത് 0 ഇവിടെ ഇങ്ങോട്ടേക്ക് വരുന്തോറും, അതായത് ഹൈറ്റ് താഴോട്ടേക്ക് വരുന്തോറും ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്താ വരുന്നത്. അതായത് യൂണിഫോംലി വേരിയിങ് ലോഡാണ് അല്ലെങ്കിൽ ട്രയാങ്കുലർ ലോഡ് എന്ന് നമുക്ക് പറയാം. അപ്പൊ ട്രയാങ്കുലർ ലോഡിനെ നമുക്ക് പോയിന്റ് ലോഡ് ആക്കി മാറ്റുവാണെങ്കിൽ, അല്ലെങ്കിൽ ട്രയാങ്കുലർ ആയിട്ടുള്ള ഒരു ലോഡ് ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഒരു പ്രഷർ ഡിസ്ട്രിബ്യൂഷനെ നമുക്ക് അതിനൊരു പോയിന്റ് ലോഡ് ആക്കി മാറ്റുവാണെങ്കിൽ അതിന്റെ ഏരിയ ആയിരിക്കും പോയിന്റ് ലോഡ് എന്ന് പറഞ്ഞു വരിക. UDL ആണെങ്കിൽ ലോഡ് ഇൻറ്റു ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് പോലെ ഇത് ഈ ട്രയാങ്കുലർ ലോഡിംഗ് ആണെങ്കിൽ, വേരിയിങ് ലോഡ് ആണെങ്കിൽ അതിന്റെ ഏരിയ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ ഒരു പോർഷന്റെ ടോട്ടൽ ഹൈറ്റ് h ആണ്, ബോട്ടത്തിൽ വരുന്ന ഈ മാഗ്നിറ്റ്യൂഡ് അതായത് ലെഫ്റ്റ് ടു റൈറ്റ് ആക്ട് ചെയ്യുന്ന ആ ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് k ഇൻറ്റു ഗാമ h ആണ്. താഴോട്ടാണ് ലോഡ് ആക്ട് ചെയ്യുന്നതെങ്കിൽ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഗാമ ഇൻറ്റു h ആയിരിക്കും. ടുവേർഡ്സ് ലെഫ്റ്റ് ആക്ട് ചെയ്യുന്നുണ്ട്, ലാറ്ററലി ആക്ട് ചെയ്യുന്നുണ്ട്, ആ k എന്ന് പറയുന്ന കോഎഫിഷ്യന്റ് നമ്മൾ ഇവിടെ കൊണ്ടുവരണം. k ഇൻറ്റു ഗാമ h ആയിരിക്കും ടുവേർഡ്സ് ലാറ്ററലി ആക്ട് ചെയ്യുന്ന ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ്. അപ്പൊ ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ, ട്രയാങ്കിൾ ഡിസ്ട്രിബ്യൂഷന്റെ ഏരിയ എന്ന് പറയുമ്പോൾ ഹാഫ് ഇൻറ്റു ഈ ഹൈറ്റ് h ആണ്, ഹാഫ് ഇൻറ്റു b k ഇൻറ്റു ഗാമ h അല്ലെ. b എന്ന് പറയുന്നത് k ഇൻറ്റു ഗാമ h ആണ്. അപ്പൊ ഹാഫ് ഇൻറ്റു b എന്ന് പറയുമ്പോൾ ഹാഫ് ഇൻറ്റു k ഇൻറ്റു ഗാമ h ഇൻറ്റു h. ഓക്കെ, അപ്പൊ ലാറ്ററൽ ഫോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, lateral force P developed due to earth pressure is equal to P is equal to half into K into gamma H into H, that is H square
ദാറ്റ് ഈസ് P is equal to K into gamma H square by 2 എന്നുള്ള രീതിയിൽ വരും. ഓക്കെ, അപ്പൊ പ്രഷർ വരുന്നത് ലാറ്ററലി വരുന്ന പ്രഷർ വരുന്നത് K into gamma H ആണ്. ഓക്കെ, ഫോഴ്സ് വരുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഫോഴ്സ് ആക്കി മാറ്റിയപ്പോൾ K into gamma H square by 2, അതായത് അത് ആക്ട് ചെയ്യുന്നത് എവിടെയായിരിക്കും? ഇതിന്റെ സെൻട്രോയിഡ് എന്ന് പറയുന്നത്, ട്രയാങ്കിളിന്റെ സെൻട്രോയിഡ് എന്ന് പറയുന്നത് 0 കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിന്റിന്ന് 2/3 H-ലായിരിക്കും. അത് ഓർത്തിരിക്കണം. അതേപോലെ ബോട്ടത്തുനിന്ന് H/3 ഡിസ്റ്റൻസിലായിരിക്കും. ഓക്കെ, അപ്പം ബോട്ടത്തുനിന്ന് H, അതായത് ടോട്ടൽ ഹൈറ്റ് എത്രയാണോ അതിന്റെ 1/3 ഡിസ്റ്റൻസിലായിരിക്കും ഇത് പോയിന്റ് ലോഡ് ആയിട്ട് ആക്ട് ചെയ്യുക. അപ്പം ക്യാപിറ്റൽ P പോയിന്റ് ലോഡ് എന്നുള്ള രീതി മാർക്ക് ചെയ്തിട്ടാണ് K into gamma H square divided by 2 എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഇതെങ്ങനെയാ കിട്ടിയെന്നുള്ള ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു ആക്റ്റീവ് എർത്ത് പ്രഷറും പാസീവ് എർത്ത് പ്രഷറിന്റെയും കേസ് പറഞ്ഞു. ഓക്കെ, അതായത് K എന്ന് പറയുന്നത് അതായത് കോഎഫിഷ്യന്റ് ഓഫ് എർത്ത് പ്രഷർ എന്ന് പറയുന്ന കോഎഫിഷ്യന്റ് ഓഫ് ആക്റ്റീവ് എർത്ത് പ്രഷറും കോഎഫിഷ്യന്റ് ഓഫ് പാസീവ് എർത്ത് പ്രഷറും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതെന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ആക്റ്റീവ് എർത്ത് പ്രഷർ ആൻഡ് പാസീവ് എർത്ത് പ്രഷർ, അപ്പൊ ഈ കൊടുക്കുന്ന കോഎഫിഷ്യന്റ് ഇമ്പോർട്ടന്റ് ആണ് ഈ വരുന്ന പ്രഷറിനെ ബേസ് ചെയ്ത്. ഓക്കെ, അതിന്റെ ഇക്വേഷൻസും ഡിഫറെന്റ് ആണ്. അപ്പം ആക്റ്റീവ് എർത്ത് പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്റ്റീവ് എർത്ത് പ്രഷർ PA, ഓക്കെ, P സഫിക്സ് A ആക്റ്റീവ് ആയതുകൊണ്ട് P സഫിക്സ് A എന്ന് പറഞ്ഞിട്ടാണ് ഡിനോട്ട് ചെയ്യുക. ഈസ് എക്സേർട്ടഡ് ഓൺ ദ വാൾ when the wall has a tendency to move away from the backfill. Okay, away from the backfill, അതായത് away from the backfill മൂവ് ചെയ്യാൻ ഉള്ള ടെൻഡൻസി ആണെങ്കിൽ ഓക്കെ, അവിടെ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ആക്റ്റീവ് എർത്ത് പ്രഷർ ആയിരിക്കും. ഓക്കെ, അതായത് ഇവിടുത്തെ നമ്മൾ നേരത്തെ കൺസിഡർ ചെയ്ത ഫിഗർ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വാൾ ഇതാണ് ബാക്ക്ഫിൽ. ഓക്കെ, അപ്പൊ ഈ ഒരു റീറ്റെയിനിങ് വാളിന്റെ ടെൻഡൻസി എന്ന് പറയുന്നത് ഈ ബാക്ക്ഫിൽ നിന്ന് എവേ മൂവ് ചെയ്യാനാണെങ്കിൽ, അതായത് ബാക്ക്ഫിൽ ഇവിടെയാണ്, ഫോഴ്സ് ഇപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ആക്ട് ചെയ്യുകയാണെങ്കിൽ ഈ റീറ്റെയിനിങ് വാളിന് ഇങ്ങോട്ടേക്ക് ടുവേർഡ്സ് ലെഫ്റ്റ് മൂവ് ചെയ്യാനല്ലേ ടെൻഡൻസി ഉണ്ടാവുക. ബാക്ക്ഫിൽ ഇവിടെ വരികയാണെങ്കിൽ ടുവേർഡ്സ് ആ ബാക്ക്ഫില്ലിൽ നിന്ന് സെപ്പറേറ്റഡ് ആയിട്ട്, അല്ലെങ്കിൽ ബാക്ക്ഫിൽ ഉള്ളത് എവിടെയാണോ അതിന്റെ അകത്തുനിന്ന് മാറിപ്പോവാൻ അല്ലെങ്കിൽ അവിടുന്ന് നീങ്ങി വരാനുള്ള ടെൻഡൻസിയാണ് ഈ റീറ്റെയിനിങ് വാളിൽ ഉണ്ടാവുക. അപ്പൊ ഈ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ ബാക്ക്ഫില്ലിൽ നിന്ന് സെപ്പറേറ്റഡ് ആയി പോവുക ചെയ്യുന്നത്. ഓക്കെ, അതായത് ആക്ടിങ് അവേ ഫ്രം ദ ബാക്ക്ഫിൽ, അങ്ങനെ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെ ആക്റ്റീവ് എർത്ത് പ്രഷർ എന്നാണ് പറയാം. ഓക്കെ, ഇപ്പൊ ഒരു ഫോഴ്സ് കാരണം റീറ്റെയിനിങ് വാളിന്റെ ടെൻഡൻസി അല്ലെങ്കിൽ ആ ഫോഴ്സ് ബാക്ക്ഫില്ലിൽ നിന്ന് അവേ ആയിട്ടാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അതിനെ ആക്റ്റീവ് എർത്ത് പ്രഷർ എന്ന് പറയാം. ആക്റ്റീവ് എർത്ത് പ്രഷർ PA is exerted on a wall when the wall has a tendency to move away from the backfill. ഓക്കെ, ആ ബാക്ക്ഫില്ലിന് അവേ ആയിട്ട് മൂവ് ചെയ്യാനുള്ള ടെൻഡൻസിയാണ് ഒരു പർട്ടിക്കുലർ ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതെങ്കിൽ ആ പ്രഷർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു ഫോഴ്സ് എന്ന് പറയുന്നത് ആക്റ്റീവ് ഫോഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ആക്റ്റീവ് പ്രഷർ ആയിരിക്കും. ഓക്കെ, ആക്റ്റീവ് എർത്ത് പ്രഷർ. വൈൽ പാസീവ് എർത്ത് പ്രഷർ PP, അപ്പൊ പാസീവ് ആയതുകൊണ്ട് P സഫിക്സ് P എന്ന് പറഞ്ഞ് നമുക്ക് ഡിനോട്ട് ചെയ്യാം. ഈസ് എക്സേർട്ടഡ് ഓൺ ദ വാൾ when the wall has a tendency to move towards the backfill. ഇപ്പൊ വാളിന്റെ ടെൻഡൻസി എന്ന് പറയുന്നത് ടുവേർഡ്സ് ദ ബാക്ക്ഫിൽ മൂവ് ചെയ്യാനാണെങ്കിൽ, അതായത് ഇപ്പം ഈ ഫോഴ്സ് ഇപ്പൊ നമുക്ക് ബാക്ക്ഫിൽ ഇവിടെയാണെങ്കിൽ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യാനാ ടെൻഡൻസി വരുന്നത് അല്ലെ. അപ്പം ഈ ഒരു ഫോഴ്സ്, പർട്ടിക്കുലർ ഫോഴ്സ് എന്ന് പറയുന്നത് ആക്റ്റീവ് ഫോഴ്സ് ആണ്. ഓക്കെ, ആക്റ്റീവ് ഫോഴ്സ് ആണ് അല്ലെങ്കിൽ ആക്റ്റീവ് പ്രഷർ ആണ്. അതായത് ഈ ബാക്ക്ഫില്ലിൽ നിന്ന് എവേ മൂവ് ചെയ്യാനാണ് ഈ ഫോഴ്സ് കാരണം ഈ റീറ്റെയിനിങ് വാളിന് ടെൻഡൻസി ഉണ്ടാവുന്നത്. ഇനി ഇപ്പം ഈ റീറ്റെയിനിങ് വാളിലേക്ക് വരുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്കാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ, ഓക്കെ, അല്ലെങ്കിൽ ഈ പ്രഷർ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്കാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ, ഓക്കെ, ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണ് ആക്ട് ചെയ്യുന്നത് വിചാരിച്ചു എർത്ത് പ്രഷർ. ഓക്കെ, ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് അങ്ങനെയാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഉണ്ടാവുന്ന ടെൻഡൻസി എന്ന് പറയുന്നത്, ഈ വാളിന്റെ ടെൻഡൻസി എന്ന് പറയുന്നത് ഈ എർത്ത് ഫില്ലിന്, ഈ ബാക്ക് ഫില്ലിന് കറസ്പോണ്ടിങ് ആയിട്ട് ബാക്ക് ഫില്ലിലേക്ക് മൂവ് ചെയ്യാനായിരിക്കും അല്ലെ. ബാക്ക് ഫില്ല് ഇവിടെയാണെങ്കിൽ ബാക്ക് ഫില്ലിലേക്ക് മൂവ് ചെയ്യാനായിരിക്കും ഫോഴ്സ് ഇവിടുന്ന് ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്കാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ ആ വാളിൽ ഉണ്ടാവുന്ന ടെൻഡൻസി. ഓക്കെ, അങ്ങനെ ഇപ്പൊ ഒരു പർട്ടിക്കുലർ ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ റീറ്റെയിനിങ് വാൾ ടുവേർഡ്സ് ദ എർത്ത് ഫില്ലാണ് മൂവ് ചെയ്യുന്നെങ്കിൽ ആ ടൈപ്പ് പ്രഷറിന് പാസീവ് എർത്ത് പ്രഷർ എന്നാണ് പറയുക. ഇപ്പൊ ഒരു പർട്ടിക്കുലർ ഫോഴ്സ് കാരണം ആ റീറ്റെയിനിങ് വാളിന്റെ ടെൻഡൻസി ആ ബാക്ക് ഫില്ലിൽ നിന്ന് എവേ മൂവ് ചെയ്യാനാണെങ്കിൽ, ബാക്ക് ഫില്ലിൽ നിന്ന് മാറിപ്പോവാനാണെങ്കിൽ അത് ആക്റ്റീവ് എർത്ത് പ്രഷർ ആണ്. ബാക്ക് ഫില്ലിലേക്ക് വരുന്ന രീതിയിലാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നതെങ്കിൽ, ആ വാളിനെ ബാക്ക് ഫില്ലിലേക്ക് അടുപ്പിക്കുന്ന രീതിയിലാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നെങ്കിൽ അത് പാസീവ് എർത്ത് പ്രഷർ എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ആക്റ്റീവ് എർത്ത് പ്രഷർ PA ഈസ് എക്സേർട്ടഡ് on the wall when the wall has a tendency to move away from the backfill, while passive earth pressure PP is exerted on the wall when the wall has a tendency to move towards the backfill. അപ്പൊ അതാണ് അതിന്റെ ഡിഫറൻസ്. അപ്പൊ ആക്റ്റീവ് എർത്ത് പ്രഷറിന് നമുക്ക് PA എന്ന് പറഞ്ഞിട്ടും പാസീവ് എർത്ത് പ്രഷറിന് PP എന്ന് പറഞ്ഞ് നമുക്ക് ഡിനോട്ട് ചെയ്യാം. ബാക്ക്ഫില്ലിലേക്ക് മൂവ് ചെയ്യിക്കുന്ന രീതിയിൽ ഒരു വാളിലേക്ക് ഫോഴ്സ് ആക്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ പാസീവ് പ്രഷർ എന്നും, അല്ലെങ്കിൽ ഇപ്പൊ ഒരു പ്രഷർ ബാക്ക് ഫില്ലിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ ബാക്ക് ഫില്ലിൽ നിന്ന് മാറ്റുന്ന രീതിയിലാണ് ആ വാളിലേക്ക് ആക്ട് ചെയ്യുന്നതെങ്കിൽ
അതിനെ ആക്റ്റീവ് എർത്ത് പ്രഷർ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. ഓക്കെ, ഈ നോട്ട് ഇമ്പോർട്ടന്റ് ആണ്, ഈക്വേഷൻസ് ഓർത്തിരിക്കണം എപ്പോഴും. കോഎഫിഷ്യന്റ് ഓഫ് ആക്റ്റീവ് എർത്ത് പ്രഷർ, ഇപ്പൊ നമ്മൾ കെ എന്ന് പറഞ്ഞുള്ള ഒരു ഫാക്ടർ അതിനകത്ത് കൊണ്ടുവന്നിരുന്നല്ലോ ലാറ്ററൽ ഫോഴ്സ് കൺസിഡർ ചെയ്തപ്പോൾ, കെ ഇൻറ്റു ഗാമ എസ് ആയിരുന്നല്ലോ. അപ്പോൾ ആക്റ്റീവ് എർത്ത് പ്രഷറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് കെ എ ആണ്, കെ സഫിക്സ് എ. അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 1 - sin phi ഡിവൈഡ് ബൈ 1 + sin phi എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത് നോട്ട് ചെയ്യണം. ആക്റ്റീവ് എർത്ത് പ്രഷറിന്റെ കോഎഫിഷ്യന്റ് ഓഫ് ആക്റ്റീവ് എർത്ത് പ്രഷറിന്റെ ഇക്വേഷനും കോഎഫിഷ്യന്റ് ഓഫ് പാസീവ് എർത്ത് പ്രഷർ കെ പി എന്ന് പറയുന്നത് ജസ്റ്റ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും അല്ലെ. ഇത് ഡിനോമിനേറ്റർ ഉള്ളത് മേലെ വരും, ന്യൂമറേറ്റർ ഉള്ളത് താഴെ വരും, അത്രേ ഉള്ളൂ. 1 + sin phi ഡിവൈഡ് ബൈ 1 - sin phi എന്നുള്ളതാണ് കോഎഫിഷ്യന്റ് ഓഫ് പാസീവ് എർത്ത് പ്രഷർ വരുന്നത്. ഓക്കെ, അപ്പൊ ഈ ഇക്വേഷൻസ് ഓർത്തിരിക്കണം. ഇതിൽ ഫൈ എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് ഇന്റേണൽ ഫ്രിക്ഷൻ അല്ലെങ്കിൽ ആംഗിൾ ഓഫ് റീപോസ് എന്നുള്ള രീതിയിൽ നമുക്ക് എടുക്കാം. ആംഗിൾ ഓഫ് ഇന്റേണൽ ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ നമ്മൾ ഒരു എമൗണ്ട് ഓഫ് സോയിൽ ഇപ്പം ഒരു ഗ്രൗണ്ടിൽ കൊണ്ടുപോയി പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു പർട്ടിക്കുലർ ഒരു ട്രയാങ്കിൾ ഷേപ്പിലായിരിക്കും ഈ ഗ്രൗണ്ട് അക്യൂമുലേറ്റ് ചെയ്യുക അല്ലെ. അപ്പൊ ആ ഷേപ്പിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ ട്രയാങ്കിളിന് കറസ്പോണ്ടിങ് ആയിട്ട് ഫോം ചെയ്യുന്ന ആ ആംഗിൾ ആണ് ആംഗിൾ ഓഫ് ഇന്റേണൽ ഫ്രിക്ഷൻ എന്ന് നമുക്ക് പറയാം. ജസ്റ്റ് പ്രാക്ടിക്കൽ പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് പറയാം. അനന്തര ഡെഫിനിഷൻ ഉണ്ടാവും, അത് ജിയോടെക് വൈസ് നിങ്ങൾ പഠിക്കുന്നുണ്ടാവും. അപ്പൊ ഇവിടെ പൈ എന്ന് പറയുന്നത് നമുക്ക് ഇപ്പം പ്രോബ്ലം ചെയ്യാനാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റിൽ തന്നിട്ടുണ്ടാവും. സിമ്പിൾ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു സോയിൽ, ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് സോയിൽ നമ്മൾ ഗ്രൗണ്ടിൽ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യുകയാണെങ്കിൽ അത് ഏത് ഷേപ്പാണോ അക്യൂമുലേറ്റ് ചെയ്യുന്നത്, ഒരു ട്രയാങ്കിൾ ഷേപ്പ് ആയിരിക്കും. ആ ട്രയാങ്കിൾ ഷേപ്പിന് കറസ്പോണ്ടിങ് ആയിട്ട് ഫോം ചെയ്യുന്ന ആംഗിൾ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ ഇവിടെ കോഎഫിഷ്യന്റ് ഓഫ് ആക്റ്റീവ് എർത്ത് പ്രഷറിന്റെയും പാസീവ് എർത്ത് പ്രഷറിന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്താണ് ആക്റ്റീവ് എർത്ത് പ്രഷർ എന്നും എന്താ പാസീവ് എർത്ത് പ്രഷർ എന്നും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ആ പ്രഷർ ബാക്ക്ഫില്ലിന്റെ അവിടുന്ന് സെപ്പറേറ്റ് ചെയ്യാനുള്ള രീതിയിലാണ് വോളിലേക്ക് ആക്ട് ചെയ്യുന്നതെങ്കിൽ, വോളിനെയും ബാക്ക്ഫില്ലിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന രീതിയിലാണെങ്കിൽ അത് ആക്റ്റീവ് എർത്ത് പ്രഷർ. ടുവേർഡ്സ് ദ ബാക്ക്ഫിൽ മൂവ് ചെയ്യുന്ന രീതിയിലാണ് ആ പ്രഷർ വരുന്നതെങ്കിൽ അത് പാസീവ് എർത്ത് പ്രഷർ. ഇനി നെക്സ്റ്റ്, ഫോഴ്സസ് ഓൺ എ കാൻഡിലിവർ റീറ്റെയിനിങ് വാൾ. അപ്പോൾ കാൻഡിലിവർ റീറ്റെയിനിങ് വാളിൽ വരുന്ന ഫോഴ്സസ് ഏതൊക്കെയാന്നുള്ളത് നോക്കാം. നമ്മളിത് റീറ്റെയിനിങ് വാളിന്റെ ഡിസൈൻ ചെയ്യുമ്പോൾ ഈ ഫോഴ്സസ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഫോഴ്സസ് എല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത്. ഈ കാര്യങ്ങളൊക്കെ സേഫ് ആയിട്ട് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാക്കിയിട്ടാണ് റീറ്റെയിനിങ് വാൾ നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത്. ഫോഴ്സസ് ഓൺ എ കാൻഡിലിവർ റീറ്റെയിനിങ് വാൾ. ഓക്കെ, കൺസിഡർ എ റീറ്റെയിനിങ് വാൾ ആസ് ഷോൺ ഇൻ ഫിഗർ. ദ വേരിയസ് ഫോഴ്സസ് ആക്ടിങ് ഓൺ ദ വാൾ ആർ ആസ് ഫോളോസ്. അപ്പം നമുക്ക് ഈ ഫിഗർ നോക്കാം. ഈ ഫിഗറിൽ ഈ റീറ്റെയിനിങ് ഒരു കാൻഡിലിവർ റീറ്റെയിനിങ് വാൾ ആണ് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഈ കാൻഡിലിവർ റീറ്റെയിനിങ് വാളിൽ വരുന്ന വേരിയസ് ഫോഴ്സസ് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഫോഴ്സസ് എല്ലാം നമ്മൾ കൺസിഡർ ചെയ്തിട്ടാണ് ഡിസൈൻ ചെയ്യേണ്ടത്. 1-2 ഫോഴ്സസ് നമുക്ക് അവോയ്ഡ് ചെയ്യാം, അത് ഞാൻ പറയാം. ബാക്കിയുള്ള എല്ലാ ഫോഴ്സസും കൺസിഡർ ചെയ്തിട്ട് വേണം റീറ്റെയിനിങ് വാൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം നമ്മൾ ഇതിൽ വരുന്ന ലാറ്ററൽ എർത്ത് പ്രഷറിന്റെ കേസ് നമ്മൾ പഠിച്ചു, എത്രയാ വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു, അതിന്റെ കൺസെപ്റ്റ് ഒക്കെ ക്ലിയർ ആക്കി. ഇനി ഇതിൽ വരുന്ന എല്ലാ ടോട്ടൽ ലോഡുകളൊക്കെ ഏതൊക്കെയാണ്, ഏതൊക്കെ സ്ലാബിലാണ് ഏതൊക്കെ ലോഡുകൾ ആക്ട് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് നോക്കാനായിട്ടുണ്ട്. ഓക്കെ, ഇപ്പം ഇവിടെ നിങ്ങൾക്ക് കാണാം ടോട്ടൽ ഒരു ഓവറോൾ ഹൈറ്റ് എന്ന് പറയുമ്പോൾ ഇതിന്റെ ബേസ് മുതൽ, റീറ്റെയിനിങ് വാളിന്റെ ബേസ് മുതലുള്ള ടോട്ടൽ ഹൈറ്റ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ എച്ച് ആണ്. ഓക്കെ, അതുപോലെ നമുക്ക് വേണമെങ്കിൽ ഇവിടം തൊട്ട് ഇതുവരെയുള്ള ഹൈറ്റ് നമുക്ക് വേണമെങ്കിൽ സ്മോൾ ലെറ്റർ എച്ച് എന്നുള്ള രീതിയിൽ എടുക്കാം. നമ്മൾ നേരത്തെ അങ്ങനെയായിരുന്നല്ലോ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇവിടം തൊട്ട് ഇതുവരെയുള്ള ഹൈറ്റ് വെച്ചിട്ടാണ് നമ്മൾ എയർ പ്രഷർ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ജസ്റ്റ് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ എടുത്തതാണ്. പിന്നെ ഇവിടെ ഫൗണ്ടേഷന്റെ ഡെപ്ത് നമുക്ക് എച്ച് മിനിമം എന്നോ അല്ലെങ്കിൽ H1 എന്നോ പറഞ്ഞു കൊടുക്കാം. അപ്പം ഇവിടം തൊട്ട്, അതായത് ഗ്രൗണ്ട് ലെവൽ ഇതാണ് ഇപ്പുറത്തെ സൈഡിൽ, ഈ സൈഡിലുള്ള ഗ്രൗണ്ട് ലെവൽ ഇവിടെയാണ്, ഈ സൈഡിൽ ഗ്രൗണ്ട് ലെവൽ ഇവിടെയാണ്, അത് നിങ്ങൾക്ക് കാണാമല്ലോ. അപ്പൊ ആ ഗ്രൗണ്ട് ലെവലിന്റെ അവിടെ നിന്ന് ഏറ്റവും ബോട്ടത്തിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് എച്ച്. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ, ഓക്കെ, പാസീവ് സൈഡിൽ നമുക്ക് ഗ്രൗണ്ട് ലെവലിന്റെ അവിടുന്ന് ഏറ്റവും ബോട്ടത്തിലേക്കുള്ള, അതായത് റീറ്റെയിനിങ് വാളിന്റെ ഏറ്റവും ബോട്ടത്തിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് H1, അല്ലെങ്കിൽ ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ നമുക്ക് പറയാം. ഓക്കെ, അതായത് ഈ റീറ്റെയിനിങ് വാളിന്റെ ഫൗണ്ടേഷന്റെ ഡെപ്ത് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം H1 അല്ലെങ്കിൽ H മിനിമം. ഓക്കെ, H1 എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ H മിനിമം എന്ന് പറഞ്ഞിട്ടോ നമുക്ക് ഡിനോട്ട് ചെയ്യാം. അപ്പം ഈ റീറ്റെയിനിങ് വാളിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു നമുക്ക് 3 പാർട്സ് ആണുള്ളത് മെയിൻ ആയിട്ട്. അതായത് ഒന്ന് സ്റ്റെം എന്ന് പറയുന്നത് ഈ വെർട്ടിക്കൽ പോർഷൻ ആണ് സ്റ്റെം എന്ന് പറയുന്നത്. ഓക്കെ, ഈ പോർഷൻ ഹീൽ പോർഷൻ ആണ്. ഹീൽ, അതായത് ബാക്ക് ഫിൽ എവിടെയാണോ വരുന്നത് ആ പോർഷൻ നമുക്ക് ഹീൽ പോർഷൻ എന്ന് പറയാം, ബാക്ക് ഫിൽ വരുന്ന പോർഷൻ. അതുപോലെ ബാക്ക് ഫിൽ ഇല്ല, അതായത്
ഇപ്പുറത്തെ സൈഡ് ആണെങ്കിൽ ബാക്ക് ഫില്ലിന് ഓപ്പോസിറ്റ് സൈഡ് വരുന്നതിന് നമുക്ക് ടോ എന്നും പറയാം. ഓക്കെ, അപ്പൊ ഇത് മൂന്നും കാൻഡിലിവർ സ്ലാബ് പോലെയാണ് ആക്ട് ചെയ്യുന്നത്. ഒന്ന് സ്റ്റെം, ഹീൽ ആൻഡ് ടോ, 3 സ്ലാബ്സ് ആണ്. ഓക്കെ, സ്റ്റെം സ്ലാബ്, ഹീൽ സ്ലാബ് ആൻഡ് ടോ സ്ലാബ്. ഓക്കെ, ഈ ടോ സ്ലാബിനെയും ഹീൽ സ്ലാബിനെയും കൂടി കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് ബേസ് സ്ലാബ് എന്നുള്ളതും പറയാം. ഓക്കെ, അപ്പൊ ഇതിൽ വരുന്ന ഒന്നാമത്തെ ലോഡ് എന്ന് പറയുന്നത് W1 എന്ന് പറഞ്ഞ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, W1 എന്ന് ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ W1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സോയിൽ റീറ്റെയിൻ ചെയ്യുന്നുണ്ടല്ലോ, ഇവിടെ റീറ്റെയിൻ ചെയ്യുന്നുണ്ട് സോയിൽ ഒരു പർട്ടിക്കുലർ ഹൈറ്റിൽ അല്ലെ. അതായത് ഈ ഹീൽ സ്ലാബിന്റെ മേലെ സോയിൽ ഇവിടെ നിൽക്കുന്നുണ്ട്. ആ സോയിലിന്റെ ഡൗൺവേർഡ് ഉള്ള വെയിറ്റ് ആണ് W1 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം W1 എന്ന് പറയുന്നത് വെർട്ടിക്കലി ഉള്ള ഇവിടെ റീറ്റെയിൻ ചെയ്യുന്ന സോയിൽ കാരണം വരുന്ന വെയിറ്റ് ആണ് W1. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി രണ്ടാമത്തെ വെയിറ്റ് എന്ന് പറയുന്നത് W2 എന്ന് പറയുന്നത് വെയിറ്റ് ഓഫ് സ്റ്റെം ആണ്. അതായത് സ്റ്റെമ്മിന്റെ ഓൺ വെയിറ്റ്. അപ്പൊ ഈ ഓൺ വെയിറ്റ് എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളത് അറിയാലോ. W1 എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യുക? W1 കാൽക്കുലേറ്റ് ചെയ്യാൻ ഇപ്പൊ എന്താ ചെയ്യാം? ഇപ്പം നമുക്ക് കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിലാണ് വേണ്ടതെങ്കിൽ W1 കാൽക്കുലേറ്റ് ചെയ്യാൻ ഗാമ ഇൻറ്റു H ചെയ്താൽ മതിയല്ലോ. ഗാമ ഇൻറ്റു സ്മോൾ ലെറ്റർ H ചെയ്താൽ മതി അല്ലെ. സ്മോൾ ലെറ്റർ H ആയിരിക്കും ഇവിടെ തൊട്ട് ഇതുവരെയുള്ള ഹൈറ്റ്. അപ്പൊ എത്രയാണോ സോയിലിന്റെ യൂണിറ്റ് വെയിറ്റ് അത് ഇൻറ്റു H ചെയ്ത് കഴിഞ്ഞാൽ വെർട്ടിക്കലി ഉള്ള വെയിറ്റ് ആയി, അതായത് പ്രഷറായി ഈ ഒരു ഹീൽ സ്ലാബിലേക്ക് എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ നമുക്ക് കിട്ടും. ഓക്കെ, W1 എന്ന് പറയുന്നത് ഈ നമ്മൾ ചെയ്യുന്ന ബാക്ക് ഫില്ലിന്റെ വെയിറ്റ് ആണ് W1. ഓക്കെ, ആ സോയിലിന്റെ വെയിറ്റ് ആണ് W1 എന്ന് പറയുന്നത്, ടുവേർഡ്സ് ഡൗൺവേർഡ്സ് ആക്ട് ചെയ്യുന്നത്. രണ്ടാമത്തെ W2 എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റെമ്മിന്റെ ഓൺ വെയിറ്റ്. അപ്പൊ കോൺക്രീറ്റിന്റെ യൂണിറ്റ് വെയിറ്റ് നമുക്കറിയാം. യൂണിറ്റ് വെയിറ്റ് ഇൻറ്റു നമുക്ക് അതിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് കിലോ ന്യൂട്ടൺ പെർ മീറ്റർ എന്നുള്ള രീതിയിലാവും. അല്ലെങ്കിൽ നമുക്ക് കിലോ ന്യൂട്ടണിലാണെങ്കിൽ ഇതിന്റെ മൊത്തം നമുക്ക് എന്ത് ചെയ്യാം, വോളിയം ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിലോ ന്യൂട്ടണിൽ കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് W2 നമുക്ക് എടുക്കാനായിട്ട് വരും. മൂന്നാമത്തത് ഡീറ്റെയിൽ ആയിട്ട് എടുക്കുന്നത് നമുക്ക് പഠിക്കാം. ഇപ്പൊ ജസ്റ്റ് ഈ വെയിറ്റുകൾ ഏതൊക്കെയാണെന്നുള്ള മനസ്സിലാക്കിയാൽ മതി, അല്ലെങ്കിൽ ഏതൊക്കെ ഫോഴ്സസ് ആണ് ആക്ട് ചെയ്യുന്നത് മനസ്സിലാക്കിയാൽ മതി. W1 ബാക്ക് ഫില്ലിന്റെ വെയിറ്റ്, W2 എന്ന് പറയുന്ന സ്റ്റെമ്മിന്റെ ഓൺ വെയിറ്റ്, W3 എന്ന് പറയുന്നത് ബേസ് സ്ലാബിന്റെ വെയിറ്റ്. ഓക്കെ, ബേസ് സ്ലാബ് എന്ന് പറയുന്നത് സ്റ്റെമ്മും സ്റ്റോ സ്ലാബും ഹീൽ സ്ലാബും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് ബേസ് സ്ലാബ് എന്ന് പറയുന്നത്. അതിന്റെ വെയിറ്റ് ആണ് W3. ഇതൊക്കെ ആക്ട് ചെയ്യുന്ന പോയിന്റ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഓരോന്നിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലായിരിക്കും ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ഈ ഒരു ലെങ്ത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് എവിടെയാണോ സെന്റർ വരുന്നത് ആ സെന്റർ ഓഫ് ഗ്രാവിറ്റി കറസ്പോണ്ടിങ് ആയിട്ടാണ് W1 ആക്ട് ചെയ്യുന്നത്. അതേപോലെ ഇവിടെ സ്റ്റെമ്മിന് കറസ്പോണ്ടിങ് ആയിട്ട് സെന്റർ ഓഫ് ഗ്രാവിറ്റി എവിടെയാണോ വരുന്നത് അവിടെയാണ് W2 ആക്ട് ചെയ്യുന്നത്. അതേപോലെ W3 ഈ ബേസ് സ്ലാബിന്റെ സെന്റർ എവിടെയാണോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് W3 ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ 3 മെയിൻ ആയിട്ടുള്ള ഫോഴ്സസ്, ഡൗൺവേർഡ് ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ഇതാണ്. ഓക്കെ, ഇനിയുള്ള ഒരു ഫോഴ്സ് എന്ന് പറയുന്നത് ലാറ്ററലി, നമ്മൾ നേരത്തെ നോക്കിയ ലാറ്ററൽ ഫോഴ്സ് ആണ്. P എന്ന് പറഞ്ഞിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന ഫോഴ്സ് ആണ്. അപ്പൊ ഇവിടെ ഈ ഒരു ഫോഴ്സ് അല്ലെങ്കിൽ ഈ ഒരു ബാക്ക് ഫില്ല് ഇവിടെ വരുന്നത് കാരണം, ഇവിടെ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് കാരണം ഈ ബാക്ക് ഫില്ലിന്റെ അവിടുന്ന് സെപ്പറേറ്റഡ് ആയി പോകാനാണ് ഈ സ്റ്റെമ്മിനുള്ള സാധ്യത, അല്ലെങ്കിൽ ഈ റീറ്റെയിനിങ് വോളിന്റെ ടെൻഡൻസി അല്ലെ, ഈ ബാക്ക് ഫില്ലിന്ന് സെപ്പറേറ്റഡ് ആയി പോകാൻ. അപ്പൊ ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് പാസീവ് ഫോഴ്സ് ആണ്. ഓക്കെ, പാസീവ് ഫോഴ്സ് ആണ്. അപ്പം P സഫിക്സ് A എന്ന് പറഞ്ഞ് നമുക്ക് ഡിനോട്ട് ചെയ്യാം, പാസീവ് ഫോഴ്സ്. അപ്പൊ അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്തായിരുന്നു? നമ്മൾ മുന്നേ നോക്കിയാല് P is equal to K into gamma H square. അതായത് ഇവിടെ തൊട്ട് ഇതുവരെയുള്ള H നമ്മൾ എടുത്തപ്പോൾ K into gamma H square by 2 ആണ് അല്ലെ. അതേപോലെ ഇവിടെ ആക്റ്റീവ് എർത്ത് പ്രഷർ ആണെന്നുള്ളത് നമുക്കറിയാം. ആക്റ്റീവ് എർത്ത് പ്രഷറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ ഫോഴ്സ് PA എന്ന് പറഞ്ഞ് നമുക്ക് ഡിനോട്ട് ചെയ്യാം. അപ്പൊ അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് KA, പാസീവ് കോഎഫിഷ്യന്റ് ഓഫ് ആക്റ്റീവ് എർത്ത് പ്രഷർ KA into gamma H square by 2. അതായത് ഈ ഒരു പോർഷന്റെ ഏരിയ അല്ലെ. അതായത് ഇവിടെ 0 ആണ്, ഇവിടെ എത്തുമ്പോൾ എന്തായി ഗാമ ഇൻറ്റു H എന്നാണ് ഇതിന്റെ മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ ലാറ്ററലി അതാണ് നമ്മൾ W1 എന്ന് പറഞ്ഞെടുക്കുന്നത്. അപ്പൊ ടുവേർഡ്സ് ലെഫ്റ്റ് ആക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ലാറ്ററലി ആക്ട് ചെയ്യുമ്പോൾ നമ്മൾ കോഎഫിഷ്യന്റ് കൊടുക്കണം. അപ്പൊ ഇത് ആക്ട് ചെയ്യുമ്പോൾ ഉള്ള ടെൻഡൻസി എന്ന് പറയുന്ന ബാക്ക് ഫില്ലിൽ നിന്ന് സെപ്പറേറ്റഡ് ആയിട്ട് മൂവ് ചെയ്യാനാണ്. അപ്പൊ ഇവിടെയുള്ള കോഎഫിഷ്യന്റ് എന്ന് പറയുന്ന KA ആയിരിക്കും, കോഎഫിഷ്യന്റ് ഓഫ് ആക്റ്റീവ് എർത്ത് പ്രഷർ ആയിരിക്കും. അപ്പൊ ഈ ഏറ്റവും ബോട്ടത്തിൽ വരുന്ന ടുവേർഡ്സ് ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്ന ആ പ്രഷറിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് KA ഇൻറ്റു ഗാമ H, ഇവിടെ 0. അപ്പൊ ലീനിയർലി വേരി ചെയ്യുന്നതാണ്. അപ്പൊ ഇതിന്റെ പോയിന്റിലോട് ആക്കി മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഏരിയ ആയിരിക്കും ഹാഫ് ഇൻറ്റു H, ക്യാപിറ്റൽ H ആയിരിക്കും, ഹാഫ് ഇൻറ്റു H ഇൻറ്റു KA ഇൻറ്റു ഗാമ H. ഓക്കെ, അപ്പം ഹാഫ് ഇൻറ്റു
എച്ച് ഇൻറ്റു കെ ഇൻറ്റു ഗാമ എച്ച് എന്ന് പറയുമ്പോൾ കെ ഇൻറ്റു ഗാമ എച്ച് സ്ക്വയർ ബൈ 2 ആയിരിക്കും പി എ. അത് ആക്ട് ചെയ്യുന്നത് ബോട്ടത്തിൽ നിന്ന് h/3 ഡിസ്റ്റൻസിലായിരിക്കും. നമ്മൾ നേരത്തെ സ്മോൾ ലെറ്റർ h/3 ആണ് ഇവിടം തൊട്ട് ഇതുവരെയുള്ള ഡിസ്റ്റൻസ് എടുത്തത്. ഇത് ഇത്രയും ഇവിടം തൊട്ട് ഇതുവരെ ഉള്ളത് കൊണ്ട് ക്യാപിറ്റൽ h/3 എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടും. ഓക്കെ, അതുപോലെ ഇതിന്റെ ബേസ് വിഡ്ത്ത് ബി ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതേപോലെ ഇപ്പുറത്തെ സൈഡിൽ നിങ്ങൾക്ക് നോക്കിയാൽ ഇവിടെ W4 നിങ്ങൾക്ക് കാണാം, PP-യും കാണാൻ പറ്റും. PP എന്ന് പറയുന്ന പാസീവ് എർത്ത് പ്രഷർ. ഇപ്പൊ W4 എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ഇവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. അതായത് ഇവിടെ ഗ്രൗണ്ട് ലെവൽ ഇവിടെയാണ്. അപ്പോൾ അതിന്റെ അവിടുന്ന് താഴോട്ടേക്കുള്ള, അതായത് ഇപ്പം ടോസ് ലാബിൽ ഇത്രയും ഡിസ്റ്റൻസിലുള്ള സോയിലിന്റെ വെയിറ്റ് വരുന്നുണ്ട്, അതാണ് W4. അപ്പൊ അത് ശരിക്കും വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ വരുന്ന സോയിൽ കാരണം അത് ഇങ്ങോട്ടേക്കാണ് പ്രഷർ എക്സേർട്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ആ സോയിലിന്റെ ഫോഴ്സ് എന്ന് പറയുന്നത്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാസീവ് ഫോഴ്സ് എന്ന് പറയുന്നത് K ഇൻറ്റു ഗാമ H1 സ്ക്വയർ ബൈ 2 അല്ലെ. അതായത് ഇവിടെ സോയിലിന്റെ യൂണിറ്റ് വെയിറ്റ് ഗാമ, ഈ ഹൈറ്റ് H1, അപ്പൊ ഗാമ ഇൻറ്റു H1 ആയിരിക്കും ഇവിടുത്തെ ബേസിൽ താഴോട്ടേക്ക് വരുന്ന ഫോഴ്സ് വരിക. അപ്പൊ ടുവേർഡ്സ് ലാറ്ററലി ആക്ട് ചെയ്യുമ്പോൾ നമ്മൾ എർത്ത് പ്രഷറിന്റെ കോഎഫിഷ്യന്റ് കൊണ്ടുവരണം. പാസീവ് എർത്ത് പ്രഷർ ആണ്. അപ്പൊ KP ഇൻറ്റു ഗാമ H1 ആയിരിക്കും ഇവിടുത്തെ ഡിസ്റ്റൻസ്, ഇവിടെ H1. അപ്പൊ ഇതിന്റെ ഏരിയ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫോഴ്സ് ആയി മാറി. അപ്പം ഹാഫ് ഇൻറ്റു H1 ഇൻറ്റു KP ഇൻറ്റു ഗാമ H1, അതായത് KP ആണ് ഇവിടെ വരിക. KP ഇൻറ്റു ഗാമ H1 സ്ക്വയർ ഡിവൈഡ് ബൈ 2. KP ഇൻറ്റു ഗാമ H1 സ്ക്വയർ ഡിവൈഡ് ബൈ 2. ഇവിടെ K ഗാമ H സ്ക്വയർ ഡിവൈഡ് ബൈ 2, അതായത് ഈ ഹൈറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും വരും. ഇവിടെ H1 ആണ് ഹൈറ്റ്, ഇത് പാസീവ് ആയിട്ടുള്ള എർത്ത് പ്രഷർ ആണ്. അപ്പൊ KP ആണ് വരിക, KP ഇൻറ്റു ഗാമ H1 സ്ക്വയർ ഡിവൈഡ് ബൈ 2. ഓക്കെ, ഇവിടെ ഈ വാല്യൂ എന്ന് പറയുന്ന KP ആണ്. KP ഗാമ H1 ആണ് ഇവിടെ വരുന്ന ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഈ എക്സ്റ്റേണൽ ലോഡ് കാരണം സേഫ് ആയി നിൽക്കുക എന്നുള്ളതാണല്ലോ അല്ലെ. അപ്പൊ ശരിക്കും ഇവിടെ ഈ PP എന്ന് പറയുന്ന ഫോഴ്സ് ചെയ്യുന്നുണ്ടാ ശരിക്കും? ആക്ച്വലി നമ്മളെ ഈ ബാക്ക് ഫില്ല് കാരണം ഫോഴ്സ് ഇങ്ങോട്ടേക്ക് ആക്ട് ചെയ്യുന്ന സമയത്ത് ശരിക്കും ഇതിനെ റെസിസ്റ്റ് ചെയ്യല്ലേ ചെയ്യുന്നത് അല്ലെ. ഇതിന്റെ ഇങ്ങോട്ടേക്ക് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യാനുള്ള ടെൻഡൻസിനെ റെസിസ്റ്റ് ചെയ്യാണ് ഇവിടെയുള്ള പാസീവ് പ്രഷർ ചെയ്യുന്നത് അല്ലെ. അപ്പം ശരിക്കും നമുക്ക് ഈ പാസീവ് പ്രഷർ കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മൾ ഇവിടെ ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സെക്ഷനും റീഎൻഫോഴ്സ്മെന്റ് ഒക്കെ കുറയാ ചെയ്യാം അല്ലെ. ഇവിടെ ഇങ്ങോട്ട് ഓപ്പോസ് ചെയ്യുന്ന ഒരു ഫോഴ്സ് അവിടെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഫോഴ്സ് കുറച്ചിട്ടുള്ള ബാക്കി സ്പേസിലല്ലേ നമ്മൾ ഡിസൈൻ ചെയ്യുള്ളൂ അല്ലെ. അപ്പം അങ്ങനെ ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് മാക്സിമം സേഫ് ആക്കാൻ ആയതുകൊണ്ട് നമ്മൾ ഈ വരുന്ന പാസീവ് പ്രഷർ കൺസിഡർ ചെയ്യില്ല ഡിസൈൻ ചെയ്യുന്ന സമയത്ത്. ഓക്കെ, കാരണം അതില്ലാതെ തന്നെ സേഫ് ആക്കാൻ നോക്കുകയാണ് നമ്മൾ ചെയ്യുക. അപ്പൊ അതില്ലാതെ തന്നെ സേഫ് ആക്കി കഴിഞ്ഞാൽ ഈ റീറ്റൈനിങ് വാൾ കൂടുതൽ സേഫ് ആവില്ലേ ചെയ്യാം. കാരണം ഇതില്ലാതെ തന്നെ സേഫ് ആക്കുമ്പോൾ അതിന്റെ കൂടെ അഡീഷണൽ ആയിട്ട് പാസീവ് പ്രഷർ ഇവിടുന്ന് ആക്ട് ചെയ്യുമ്പോൾ നമ്മളുടെ സ്ട്രക്ചർ കുറച്ചും കൂടി കൂടുതൽ സേഫ്റ്റി ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുക അല്ലെ. അതുകൊണ്ട് തന്നെ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ ഇവിടെ പാസീവ് പ്രഷർ ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്നില്ല എന്നുള്ള രീതിയിലാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. ഓക്കെ, അതേപോലെ തന്നെ ഇവിടുത്തെ ഹൈറ്റ് എന്ന് പറയുന്നത് വളരെ ചെറിയ വാല്യൂ ആയതുകൊണ്ട് W4 നമ്മൾ ഇഗ്നോർ ചെയ്യും. ഓക്കെ, W4 അതായത് ഈ മൂവ്മെന്റിനെ റെസിസ്റ്റ് ചെയ്യാൻ തന്നെയാണ് ഈ W4 വരുന്നത്, അതേപോലെ ഈ പ്രഷറും വരുന്നത്. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ ഇത് രണ്ടും നമ്മൾ ഇവിടെ ഇഗ്നോർ ചെയ്യും. അതായത് PP-യും അതുപോലെ W4-ഉം നമുക്ക് ഇഗ്നോർ ചെയ്യാം. വേണമെങ്കിൽ PP നമുക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കാം. ചില കേസസിൽ നമുക്ക് W4 എടുക്കുന്നതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല. PP നമുക്ക് പൂർണ്ണമായിട്ടും ഒഴിവാക്കാം. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ അതില്ലാതെ ഡിസൈൻ ചെയ്ത് സേഫ് ആക്കി കഴിഞ്ഞാൽ സ്ട്രക്ചർ കൂടുതൽ സേഫ് ആയിരിക്കും. കാരണം അതിനെ റെസിസ്റ്റ് ചെയ്യാൻ ആ ലാറ്ററലി ഉള്ള ആ എർത്ത് പ്രഷറിനെ, ബാക്ക് ഫില്ല് കാരണമുള്ള എർത്ത് പ്രഷറിനെ റെസിസ്റ്റ് ചെയ്യാൻ ഒരു പാസീവ് പ്രഷർ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ സേഫ് ആവുകയാണ് ചെയ്യുക. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അതില്ലാതെ കൺസിഡർ ചെയ്തിട്ട് ഡിസൈൻ ചെയ്തിട്ട് പിന്നെ അത് ആക്ട് ചെയ്യുന്ന സമയത്ത് കൂടുതൽ സേഫ്റ്റി അവിടെ അവൈലബിൾ ആയിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ അകത്ത് നിന്ന് മനസ്സിലാക്കേണ്ടത് ഏതൊക്കെ ഫോഴ്സസ് ആക്ട് ചെയ്യുന്നതാണ്. അപ്പൊ ഞാൻ ആദ്യമേ പറഞ്ഞു W1, അതായത് ഇവിടെ ആക്ട് ചെയ്യുന്ന സോയിലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലോഡ്, ബാക്ക് ഫില്ലിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ ഹൈറ്റിൽ വരുന്ന ലോഡാണ് W1. W2 എന്ന് പറയുന്നത് ഈ സ്റ്റെമ്മിന്റെ ഓൺ വെയിറ്റ് ആണ്, അത് ആക്ട് ചെയ്യുന്നത് ഇതിന്റെ സെൻട്രലായിരിക്കും. അതേപോലെ സോയിലും ഈ ഒരു പോർഷന്റെ സെൻട്രോയിലായിരിക്കും ആക്ട് ചെയ്യുക. അതേപോലെ W3 എന്ന് പറയുന്ന ബേസ് ലാബിന്റെ ഓൺ വെയിറ്റ് ആണ്, അത് ആക്ട് ചെയ്യുന്നത് ഇതിന്റെ ഈ ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് സെൻട്രലായിരിക്കും W3 ആക്ട് ചെയ്യുക. പിന്നെ W4 ആണ്, അത് ഈ സൈഡിൽ, അതായത് ബാക്ക് ഫില്ലിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഗ്രൗണ്ട് ലെവലിൽ താഴോട്ട് വരുന്ന സോയിലിന്റെ ഫോഴ്സ് ആണ് അല്ലെങ്കിൽ ലോഡാണ് W4 എന്ന് പറയുന്നത്. ഈ പാസീവ് സൈഡിൽ വരുന്ന പ്രഷർ PP ഉണ്ട് ആക്ട് ചെയ്യുന്നു. അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ മെയിൻ ആയിട്ടുള്ള നമ്മൾ ലാറ്ററൽ എർത്ത് പ്രഷർ, ഓക്കെ, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫോഴ്സ് എന്ന് പറയുന്ന PA, ദാറ്റ് ഈസ് KA ഗാമ H സ്ക്വയർ ബൈ 2 എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഒരു കാൻഡിലിവർ റീറ്റൈനിങ് വാളിൽ വരുന്നത്.
അപ്പൊ ഇവിടെ വരുന്ന എല്ലാ ഫോഴ്സസും കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ റീറ്റെയിനിങ് വാൾ ഡിസൈൻ ചെയ്യാനായിട്ട്. ഓക്കെ, ഇതെല്ലാം കൺസിഡർ ചെയ്യണം. ഓരോന്നിന്റെ കേസിൽ നമ്മൾ സേഫ് ആക്കി വേണം പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം റീറ്റെയിനിങ് വാൾ സംഭവം ലെങ്തി ആണെങ്കിൽ കൂടി ചിലപ്പോൾ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി എക്സാമിന് ഏതെങ്കിലും 1 or 2 പാർട്ട് ചോദിക്കാം. അതായത് ഇങ്ങനെ ഡീറ്റെയിൽസ് ഒക്കെ എല്ലാ ഡീറ്റെയിൽസും ക്വസ്റ്റിൽ തന്നിട്ട് ഇപ്പൊ നിങ്ങളോട് പറയാണ്, ഇപ്പം ഹീൽ സ്ലാബ് മാത്രം ഡിസൈൻ ചെയ്യാൻ പറയാണ്, അല്ലെങ്കിൽ സ്റ്റെമ്മ് മാത്രം ഡിസൈൻ ചെയ്യാൻ പറയാണ്. ബാക്കി സ്റ്റെബിലിറ്റിന്റെ ചെക്കൊക്കെ ചെയ്തിട്ട് സ്റ്റെമ്മ് മാത്രം ഡിസൈൻ ചെയ്യാം, അല്ലെങ്കിൽ ഹീല് മാത്രം ഡിസൈൻ ചെയ്യാം, അല്ലെങ്കിൽ ടോ സ്ലാബ് മാത്രം ഡിസൈൻ ചെയ്യാം, അല്ലെങ്കിൽ ടോ സ്ലാബും ഹീൽ സ്ലാബും ഡിസൈൻ ചെയ്യാം. അങ്ങനെ ഏതെങ്കിലും 1 or 2 പറയുമായിരിക്കും. ഓക്കെ, അതാണെങ്കിൽ നമുക്ക് ഹാഫ് ആൻ അവറിൽ തീർക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓക്കെ ആണ്. അല്ല ഫുള്ള് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ ടൈം കൺസ്യൂമിങ് ആയിരിക്കും. അങ്ങനെ ചോദിക്കാനുള്ള സാധ്യത കുറവാണ്. എല്ലാം കൂടി ഒന്നിച്ച് ചെയ്യാൻ ചോദിക്കുന്ന ചാൻസ് കുറവാണ്. അപ്പൊ നമ്മൾ നോക്കിയിട്ട് വേണം ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഫുൾ ഉണ്ടെങ്കിൽ നമ്മൾ അത് ലാസ്റ്റിലേക്ക് വെക്കാൻ പാടുള്ളൂ. കാരണം നമുക്ക് ടൈം ഉണ്ടാവുമോ എന്നുള്ളത് അറിയില്ല. അപ്പം ബാക്കിയുള്ളതെല്ലാം ചെയ്തിട്ട് വേണം ഇതിലേക്ക് വരാൻ വേണ്ടിയിട്ട്. ഇനി 1 or 2 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂവെങ്കിൽ ആദ്യം ചെയ്യുന്നതുകൊണ്ടും കുഴപ്പമില്ല. ഹാഫ് ആൻ അവറിനുള്ളിൽ നമുക്ക് തീർക്കാനായിട്ട് പറ്റും. അപ്പൊ ഓരോ പോർഷനിലും ഏതാണ് ഫോഴ്സസ് വരുന്നതെന്നുള്ളത് നമുക്ക് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഫിഗറിന്റെ അകത്ത് നിങ്ങൾക്ക് ഏതൊക്കെ ലോഡുകളാണ് കാൻഡിലിവർ റീറ്റെയിനിങ് വാളിൽ വരുന്നതെന്നുള്ളത് ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. കൺസിഡർ എ കാൻഡിലിവർ റീറ്റെയിനിങ് വാൾ ആസ് ഷോൺ ഇൻ ഫിഗർ. The various forces acting on the wall are as follows. ഒന്ന്, the lateral force PA due to active earth pressure acting at a height h/3 from base. അപ്പൊ PA എന്ന് പറയുന്ന ഫോഴ്സ് അല്ലെ, അത് ബോട്ടത്തിൽ നിന്ന് ബേസിൽ നിന്ന് h/3 ഡിസ്റ്റൻസ് മാറിയിട്ടാണ് ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അതായത് ഈ ഫോഴ്സിന്റെ സെൻട്രോയിഡ് എന്ന് പറയുന്നത് ബോട്ടത്തിൽ നിന്ന് h/3 ഡിസ്റ്റൻസിലും ടോപ്പിൽ നിന്ന് 2/3 h-ലും ആണ്. ഓക്കെ, ലാറ്ററൽ ഫോഴ്സ് PA. ഓക്കെ, ആക്റ്റീവ് എർത്ത് പ്രഷർ കാരണം. ആക്റ്റീവ് എർത്ത് പ്രഷർ എന്ന് പറയാൻ കാരണം എന്താ, അവിടെ ആ റീറ്റെയിനിങ് വാളിനെ ബാക്ക് ഫില്ലിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് അല്ലെ. ഓക്കെ, രണ്ടാമത്തത് വെയിറ്റ് ഓഫ് ദ എർത്ത് സപ്പോർട്ടഡ് ഓൺ ഹീൽ സ്ലാബ്. അതായത് വെയിറ്റ് ഓഫ് ദ എർത്ത്. ഓക്കെ, ഹീൽ സ്ലാബ് സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഹീൽ സ്ലാബിലേക്ക് വരുന്ന വെയിറ്റ് ഓഫ് ദ എർത്ത് ആണ് W1. അതായത് ഈ സോയിലിന്റെ വെയിറ്റ്. ഓക്കെ, അല്ലെങ്കിൽ സോയിലിന്റെ ലോഡാണ് W1 എന്ന് പറയുന്നത്. ഓക്കെ, വെയിറ്റ് ഓഫ് എർത്ത് സപ്പോർട്ട് ഓൺ ഹീൽ സ്ലാബ് W1. അടുത്തത് വെയിറ്റ് ഓഫ് സ്റ്റെം. ഓക്കെ, സ്റ്റെമ്മിന്റെ ഓൺ വെയിറ്റ് ആണ് W2. ഓക്കെ, അടുത്തത് വെയിറ്റ് ഓഫ് ബേസ് സ്ലാബ്. ബേസ് സ്ലാബ് ഇതാണ്. ബേസ് സ്ലാബിന്റെ ഓൺ വെയിറ്റ് ആണ് W3. അപ്പോൾ ഓരോന്നും ഇതിന്റെ സെൻട്രോയിഡിലായിരിക്കും എന്നുള്ള കാര്യം ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. W2 ഈ പോർഷന്റെ സെൻട്രലായിരിക്കും, W1 ഈ പോർഷന്റെ സെൻട്രലായിരിക്കും, W3 ബേസ് സ്ലാബിന്റെ സെൻട്രലായിരിക്കും. ഓക്കെ, ഇനി അടുത്തത്, ഇൻ അഡീഷൻ ടു ദ എബവ് ഫോഴ്സസ്, അതായത് ഈ ഫോഴ്സസ് കൂടാതെ there is weight of earth retained above toe slab. അതായത് ടോ സ്ലാബിന്റെ മേലെ എർത്തിന്റെ വെയിറ്റ്, അതായത് സോയിലിന്റെ വെയിറ്റ് വരുന്നുണ്ട്. അത് W4 ആണ്. പിന്നെ പാസീവ് എർത്ത് പ്രഷർ PP, പാസീവ് എർത്ത് പ്രഷറും വരുന്നുണ്ട് exerted on the wall. These two are neglected in the design of retaining wall as these are small in size and design is on the conservative side by neglecting them. അപ്പൊ ഇത് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യാറില്ല. ചെയ്താലും കുഴപ്പമില്ല, വളരെ ചെറിയൊരു വാല്യൂ വരുള്ളൂ. അപ്പം നോർമലി നമ്മളിത് ചെയ്യാറില്ല. അപ്പം ചെയ്യാത്തതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ ഇതില്ലാതെ തന്നെ സേഫ് ആക്കുമ്പോൾ കൂടുതൽ അവിടെ സേഫ്റ്റി ക്രൈറ്റീരിയ സാറ്റിസ്ഫൈഡ് ആവുക ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ പാസീവ് എർത്ത് പ്രഷർ വരുമ്പോൾ നമ്മുടെ ആ ഒരു ലാറ്ററൽ പ്രഷറിനെ റെസിസ്റ്റ് ചെയ്യുന്ന രീതിയിലാവും. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദീസ് ടു ആർ നെഗ്ലക്റ്റഡ് ഇൻ ദ ഡിസൈൻ ഓഫ് റീറ്റെയിനിങ് വാൾ ആസ് ദീസ് ആർ സ്മോൾ ഇൻ സൈസ് ആൻഡ് ദ ഡിസൈൻ ഈസ് ഓൺ ദ കൺസർവേറ്റീവ് സൈഡ് ബൈ നെഗ്ലക്റ്റിംഗ് ദം. അതായത് അത് ഒഴിവാക്കി കഴിഞ്ഞാൽ ഡിസൈൻ കുറച്ചും കൂടി ഒന്ന് സേഫ് ആവുകയാണ് ചെയ്യുക. ഡിസൈൻ വൈസ് നോക്കുമ്പോൾ സേഫ് ആവുകയാണ് ചെയ്യുക. കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ള സ്ട്രക്ചർ ആണ് ഇത് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് അവിടെ കിട്ടുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് റീറ്റെയിനിങ് വാളിൽ വരുന്നത്. അതായത് ഇത്രയും ഫോഴ്സസ് ആണ് റീറ്റെയിനിങ് വാളിൽ വരുന്നത്. അപ്പൊ ഇതിനെപ്പറ്റി ഏകദേശം ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് ഡിസൈൻ ചെയ്യുമ്പോൾ ഏതൊക്കെ ലോഡിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് ഓരോ പാർട്സും ഡിസൈൻ ചെയ്യേണ്ടത് എന്നുള്ളൊരു ഐഡിയ ഉണ്ടാവും. ഓക്കെ.